ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിനി അടുത്തായിട്ട് പ്രോഫിറ്റ് പ്രിയോ ടു ഇൻകോർപ്പറേഷൻ്റെ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ന്യൂ ഇന്ത്യ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ റണ്ണിംഗ് ബിസിനസ് ഓൺ 1st January 2017 ഫ്രം സിംഗ് ബ്രദേഴ്സ്. ന്യൂ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ജനുവരി 1, 2017 സിംഗ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നു. ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ദ കമ്പനി വാസ് 1st May 2017. അതായത് ഇത് നിയമപരമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിയമപരമായിട്ട് നിലവിൽ വരുന്ന May 1, 2017 നിലവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് പീരീഡായി, ഒന്ന് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, പിന്നെ ഒന്ന് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. ജനുവരി തൊട്ട് ഏപ്രിൽ മാസം വരെയാണ് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, മെയ് മാസം തൊട്ടാണ് പിന്നെ അങ്ങോട്ട് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. The combined profit and loss account of the company prior to and after the date of incorporation is as central. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കമ്പനിയുടെ തന്നിട്ടുണ്ട്. To electricity charges 6,000, to rent 6,000, to directors sitting fees 3,600, to preliminary expense 4,900, to carriage outward 2,000, to selling expense 3,500, to interest paid to vendors 10,000, to net profit 1,20,000. ടോട്ടൽ വരുന്നത് 1,50,000. അതേപോലെ ക്രെഡിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് 1,50,000, ബൈ ഡിസ്കൗണ്ട് 6,000. ടോട്ടൽ വരുന്ന 1,56,000. അടുത്ത കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. സെയിൽസ് അപ് ടു 30th April 2017 വേർ ₹3 lakhs ഔട്ട് ഓഫ് ടോട്ടൽ സെയിൽസ് ഓഫ് ₹15 lakhs ഓഫ് ദ ഇയർ. അപ്പം മൊത്തം ടോട്ടൽ സെയിൽസ് 15 lakhs ആണ്. അതിൽ നിന്ന് 3 ലക്ഷം എന്ന് പറയുന്നത് 3 lakhs പറഞ്ഞാൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ. അപ്പോൾ ബാക്കി വരുന്ന 12 lakhs പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിലാണ്. Purchases up to 30th April 2017 were ₹3 lakhs out of total purchases of ₹9 lakhs of the year. Total purchase 9 lakhs. അതിൽ നിന്ന് ഏപ്രിൽ മാസം വരെ 3 lakhs പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പോൾ ബാക്കി വരുന്ന 6 lakh പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ. അടുത്ത മൂന്നാമത്തെ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു വെൻഡേഴ്സ് ഓൺ 1st November 2017 at 12% per annum on ₹1 lakh being purchase consideration. അപ്പം വെൻഡേഴ്സ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് എന്ന് വരെയാണ്? 1st November 2017 വരെ 12% ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഓൺ ₹1 lakh ബീങ് പർച്ചേസ് കൺസിഡറേഷൻസ്. അപ്പോൾ ₹1 ലക്ഷം രൂപയാണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഫ്രം ദ അബവ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് പ്രിയോർ ടു ഇൻകോർപ്പറേഷൻ. നമുക്കിനി ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സെയിൽസ് റേഷ്യോ നമുക്ക് 3 lakhs പറയുന്നുണ്ട്. സെയിൽസ് വർക്കിംഗ് നോട്ടായിട്ട് 3 lakhs ആണ് നമുക്ക് ടോട്ടൽ. 15 lakhs 3 lakhs പറയുന്നുണ്ട് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലാണ്. ബാക്കി വരുന്ന 12 lakhs പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പം 1:4 എന്നുള്ളതാണ് സെയിൽസ് റേഷ്യോ. ടൈം റേഷ്യോ എന്ന് പറയുമ്പോൾ 1st January 2017 to 1st May 2017 വരെ is to 1st May 2017 to 31st December 2017 വരെ. അപ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പോൾ 4:8. അപ്പം 1:2 എന്ന് പറഞ്ഞാണ് വരുന്നത് ഇവിടെ. അടുത്തത് ഇൻട്രസ്റ്റ് പെയ്ഡ് അപ് ടു 31st December 2017 ₹10,000. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 10,000 രൂപ 31st December 2017 വരെ പറയുന്നുണ്ട്. ഇനി ഇൻട്രസ്റ്റ് പെർ മന്ത്, ഓരോ മാസം ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 10,000 പെർ ആനം ആണ്. അപ്പോൾ ഓരോ മാസം 10,000 ഡിവൈഡ് ബൈ 10 ആദ്യത്തെ 10 മാസം. അപ്പോൾ 1000 രൂപയാണ് ഓരോ മാസം ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ഇനി പ്രീ ഇൻകോർപ്പറേഷൻ ഇൻട്രസ്റ്റ് എത്രയാണ്? അപ്പം നമ്മളതിനെ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ടൈം റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഇൻട്രസ്റ്റും നമ്മൾ കംപ്ലീറ്റും ആദ്യത്തെ 4 മാസമായിരുന്നു. അതായത് അത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ആദ്യത്തെ 4 മാസം. അപ്പോൾ അത് 1,000, 4 into 1,000 ₹4,000. പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ മൊത്തം പിന്നെ 6 മാസം അല്ലെ, ഒക്ടോബർ വരെയാണ് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ വരുന്ന പിന്നീട് ഏപ്രിൽ കഴിയുമ്പോൾ പിന്നെ 6 മാസത്തേക്ക് 6 മാസം 1,000 രൂപ വെച്ച് ഇൻട്രസ്റ്റ് 6,000 രൂപയാണ് ഇൻട്രസ്റ്റ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അടുത്തത് ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് ഫോർ പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1,50,000. അത് നമ്മൾ സെയിൽസിന്റെ റേഷ്യോയിൽ വീതിക്കുന്നു. കംപ്ലീറ്റും 1:4, അതായത് 30,000 1,20,000. അതേപോലെ തന്നെ അതർ ഇൻകം ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഡിസ്കൗണ്ട് നമുക്ക് 6,000 ഉണ്ട്. അത് നമ്മൾ സെയിൽസ് റേഷ്യോ തന്നെ വീണ്ടും 1:4 എന്നുള്ള 2,000 4,000 എന്നുള്ള റേഷ്യോ വീതിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇൻകം 1,56,000, 32,000 1,24,000 ആണ് പ്രീ ഇൻകോർപ്പറേഷൻ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അടുത്ത എക്സ്പെൻസ്, അതിനകത്ത് ഫിനാൻസ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ പർച്ചേസിംഗ് കൺസിഡറേഷൻസ്, അത് കംപ്ലീറ്റ് 10,000 ആണ്. ആ 10,000 നമ്മൾ ടൈം റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ വീതിക്കുന്നു 1:2 റേഷ്യോയിൽ. അപ്പം 4,000 6,000. ഇനി അതർ എക്സ്പെൻസ്, അതിനകത്ത് ഇലക്ട്രിസിറ്റി ടൈം റേഷ്യോ വീതിക്കുന്നു 6,000 2,000 ടോട്ടൽ 6,000 ടോട്ടലാണ്. 2,000 4,000. റെന്റ് അതേപോലെ ടൈം റേഷ്യോ 6,000 2,000 4,000. ഡയറക്ടേഴ്സ് ഫീ അത് പോസ്റ്റ്
ഇൻകോർപ്പറേഷൻ പീരീഡ് പോസ്റ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് 3600, ഡയറക്റ്റ് 3600. അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസ് അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ് 4900, അത് ഡയറക്റ്റ് 4900 പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ക്യാരേജ് ഔട്ട്വേർഡ് സെയിൽസ് റേഷ്യോയിൽ വേണം 2000, അത് കംപ്ലീറ്റും 1:4 റേഷ്യോ 400, 1600. സെല്ലിംഗ് എക്സ്പെൻസ് സെയിൽസ് റേഷ്യോ തന്നെ 3500, 700, 2800. ടോട്ടൽ വരുന്ന ടോട്ടൽ എക്സ്പെൻസ് 36,000. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 9100, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 26,900. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കംപ്ലീറ്റ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഇടുന്നത് 1,20,000. അതേപോലെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഉണ്ടായ ലാഭം 22,900, പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ 97,100. അപ്പം അതിൽ 22,900 എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് ആണ്. അത് കിട്ടുന്നത് നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ട് മാറ്റത്തില്ല, ക്യാപിറ്റൽ റിസർവിലോട്ടാണ് മാറ്റുന്നത്. അടുത്തത് 97,100 പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ്, അത് കംപ്ലീറ്റ് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A firm which was carrying on business from 1st January 2017 gets itself incorporated as a company on 1st May 2017. അതായത് ജനുവരി 1, 2017 ഒരു ബിസിനസ്സിനെ നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ മെയ് 1, 2017 അത് നിയമപരമായിട്ട് നിലവിൽ വരുന്നത്. The first accounts are drawn on 30th September 2017. അപ്പോൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 30th സെപ്റ്റംബറിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്. The general expenses are rupees 14,220, directors fees 9,000 and formation expenses rupees 2,000. നമുക്ക് കുറച്ച് എക്സ്പെൻസ് പറയുന്നുണ്ട് ഇവിടെ. Rent up to 30th June 2017 is rupees 1,200 per annum, after which it was increased to rupees 3,000 per annum salary, 3,000 per annum. കണ്ടോ, ആദ്യം 30th June 2017 വരെ 1,200 രൂപയായിരുന്നു ഓരോ വർഷം റെന്റ്. പിന്നീട് അത് 3,000 രൂപയെ ഒരു വർഷമായിട്ട് വർദ്ധിച്ചു. മാനേജറിന്റെ സാലറി ആൻഡ് സാലറി ഓഫ് ദ മാനേജർ ഈസ് rupees 500 per month. ഓരോ മാസം 500 രൂപയാണ് ശമ്പളം. ഓൺ ഫോർമേഷൻ ഓഫ് ദ കമ്പനി ഹിസ് സാലറി വാസ് rupees 800 per month. അതായത് കമ്പനി രൂപീകരിച്ചപ്പോഴും 800 രൂപയാണ് ഒരു മാസം മാനേജറിന്റെ സാലറി ആയിരുന്നു, മാനേജറായിരുന്നു. പിന്നീട് മാനേജറിന്റെ സാലറി 800 രൂപയായിട്ട് വർദ്ധിച്ചു. The net sales are rupees 9 lakhs, of which sale up to 30th April 2017 was rupees 4,50,000. അപ്പം നെറ്റ് സെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ നെറ്റ് സെയിൽ ആർ rupees 9 lakhs. അതായത് കംപ്ലീറ്റ് ഓഫ് വിച്ച് സെയിൽസ് അപ് ടു 30th April 2017 വാസ് rupees 4,50,000. അപ്പോൾ ടോട്ടൽ സെയിൽസ് 9 lakhs ആണ്. അതിൽ ഏപ്രിൽ മാസം വരെ 4,50,000 ആണ്. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ്. ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം 1st January 2017 to 30th September 2017 is rupees 56,000 ഗ്രോസ് പ്രോഫിറ്റ്. അതായത് അതിനകത്ത് പ്രീ ഇൻകോർപ്പറേഷനും പോസ്റ്റ് ഇൻകോർപ്പറേഷനും എല്ലാം കൂടി ചേർന്നാണ് ഗ്രോസ് പ്രോഫിറ്റ് പറയുന്നത്. കമ്പ്യൂട്ട് പ്രോഫിറ്റ് പ്രിയർ ആൻഡ് ആഫ്റ്റർ ഇൻകോർപ്പറേഷൻസ്. അപ്പോൾ കംപ്ലീറ്റും പ്രോഫിറ്റ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വർക്കിംഗ് നോട്ടായിട്ട് ടൈം റേഷ്യോ 4 months to 5 months 4:5. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമാണ് ഏപ്രിൽ വരെ. പിന്നെ സെപ്റ്റംബർ വരെയാണ് നമുക്ക്. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസം. അതാണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പം 4:5. സെയിൽസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4,50,000 to 4,50,000. കാരണം 9 ലക്ഷത്തിൽ പകുതി 4,50,000 ഏപ്രിൽ മാസം വരെയാണ്. അപ്പം 1:1 തന്നെയാണ് സെയിൽസ് റേഷ്യോ. ഇനി റെന്റ് പെർ മന്ത് അപ് ടു 30th June 2017, അത് ജൂൺ മാസം വരെ 1,200 രൂപയാണ് ഒരു വർഷത്തേക്ക്. അപ്പം 1,200 ഡിവൈഡ് ബൈ 12 ഒരു മാസം 100 രൂപയാണ്. ഇനി പ്രീ ഇൻകോർപ്പറേഷൻ റെന്റ് എത്രയാണ്? കംപ്ലീറ്റ് ആയിട്ടും 4 into 100. കാരണം 4 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 400 രൂപയാണ്. അപ്പം പ്രീ ഇൻകോർപ്പറേഷൻ റെന്റായിട്ട്. ഇനി റെന്റ് പെർ മന്ത് ഫ്രം 1st July 2017, അതായത് 1st July 2017 തൊട്ട് ഇനി തൊട്ട് 3,000 രൂപയാണ് ഒരു വർഷത്തേക്ക്. കാരണം 30th June വരെ കംപ്ലീറ്റും 1,200 രൂപയായിരുന്നു ഒരു വർഷത്തേക്ക്. പക്ഷേ ജൂലൈ 1 തൊട്ട് അല്ലെങ്കിൽ ജൂലൈ 1 തൊട്ട് 3,000 രൂപയാണ് ഒരു വർഷത്തേക്ക്. അപ്പോൾ 3,000 ഡിവൈഡ് ബൈ 12 ഒരു മാസം 250 രൂപ. അപ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ റെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏപ്രിൽ വരെ ഉള്ളായിരുന്നു. ഏപ്രിൽ വരെയായിരുന്നു നമുക്കിവിടെ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മെയ് തൊട്ടാണ് കംപ്ലീറ്റ് ആയിട്ടും പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ ജൂൺ വരെ 100 രൂപ തന്നെയായിരുന്നു ഓരോ മാസം വാടക. അപ്പം 2 മാസം. അപ്പം മെയ്, ജൂൺ. കാരണം ജൂലൈയിലാണ്, ജൂലൈ 1 തൊട്ടാണ് 250 രൂപ നിലവിൽ വരുന്നത്. അപ്പം മെയ്, ജൂൺ 2 മാസം നമ്മൾ 200 രൂപ 2 into 100 പ്ലസ്. പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസത്തേക്ക് 250 രൂപ വെച്ച്. അപ്പോൾ 3 into 250 മൊത്തം 950 റുപ്പീസ് ആണ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ റെന്റ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇനി പ്രീ ഇൻകോർപ്പറേഷൻ സാലറി
പ്രീ ഇൻകോർപ്പറേഷൻ സാലറി നമുക്ക് നേരത്തെ പറയാം 500 രൂപയായിരുന്നു. അപ്പോൾ 4 മാസത്തേക്ക് 500 into 4 2000 rupees ആയിരുന്നു സാലറി. ഇനി ഇപ്പോൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സാലറി എന്ന് പറയുമ്പോൾ 800 rupees ആണ് പെർ മന്ത്. 800 into 5 rupees 4000 ആണ് സാലറി വരുന്നത്. ഇനി അടുത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് ഫോർ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 56,000. അത് സെയിൽസിന്റെ റേഷ്യോ വീതിക്കുന്നു 28,000 28,000 1:1 റേഷ്യോയിലാണ് വരുന്നത്. എക്സ്പെൻസ് അതിനകത്ത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിനകത്ത് മാനേജറിന്റെ സാലറി അത് ആക്ച്വൽ ആയിട്ട് എത്രയാണ് 6,000 rupees ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് വിധിച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഇൻകോർപ്പറേഷൻ 2,000, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ 4,000. അതർ എക്സ്പെൻസ് അതിനകത്ത് ആദ്യം ജനറൽ എക്സ്പെൻസ് അത് ടൈം റേഷ്യോയിൽ തന്നെ വീതിക്കുന്നു 14,220 ആണ്. അത് നമ്മൾ വീതിക്കുന്നത് കംപ്ലീറ്റും പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 6,220, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 7,900. ഡയറക്ടേഴ്സ് ഫീസ് അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ് 9,000. അത് 9,000 തന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അടുത്ത ഫോർമേഷൻ എക്സ്പെൻസ് അതും 2,000 ടോട്ടലാണ്. അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് തന്നെ വീതിക്കുന്നത് 2,000. റെന്റ് ആക്ച്വൽ 1,350. അത് നമ്മൾ കൃത്യമായിട്ട് വീതിച്ചായിരുന്നു. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 400, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 950. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് വരുന്ന 12,870. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 8,720, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 23,850. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന കംപ്ലീറ്റും ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 23,430 ആണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് ഓവറോൾ. അതിൽ പ്രീ ഇൻകോർപ്പറേഷൻ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 19,280. അത് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് മാറ്റേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് 4,150. അത് റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് കരുതുകയും വേണം. നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. സുനിന്ദ്ര ലിമിറ്റഡ് വിച്ച് വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st May 2017 അക്വയർഡ് എ ബിസിനസ് ഓൺ 1st January 2017. അത് ജനുവരി 1, 2017 ഒരു സ്വന്തമാക്കിയ ബിസിനസ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് നിയമപരമായിട്ട് നിലവിൽ വരുന്ന മെയ് 1, 2017 The first accounts were closed on 30th September 2017. അപ്പം ഇതിന്റെ അക്കൗണ്ട്സ് കംപ്ലീറ്റും ക്ലോസ് ചെയ്യുന്നത് 30th September 2017. നമുക്ക് ഡീറ്റെയിൽസ് കുറച്ച് താഴെ പറയുന്നുണ്ട്. ജനറൽ എക്സ്പെൻസസ് ₹7,200, ഡയറക്ടർ റെമ്യൂണറേഷൻ 12,000, പ്രിലിമിനറി എക്സ്പെൻസസ് ₹2,000. ഇനി റെന്റ് അപ് ടു 30th June 2017 വാസ് ₹6,000 per annum. ജൂൺ 30 വരെ 6,000 രൂപയായിരുന്നു ഒരു മാസം. ആഫ്റ്റർ വിച്ച് ഇറ്റ് വാസ് ഇൻക്രീസ്ഡ് ബൈ 40%. അതായത് കംപ്ലീറ്റ് ആയിട്ടും 40% പിന്നീട് ജൂലൈ തൊട്ടത് 40% വർദ്ധിക്കുകയും ചെയ്തു മാസ വാടക. Salary of the manager, who on formation of the company had become a whole-time director and whose remuneration had been given above, was agreed at ₹5,100 per annum. അതായത് മാനേജറിന്റെ സാലറി അത് ഈ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ട് ഡയറക്ടറായിട്ട് ഇരിക്കുന്നതാണ്. ആ വ്യക്തിയുടെ മാസശമ്പളം അത് വാർഷിക ശമ്പളം എന്ന് പറഞ്ഞാൽ ₹5,100 ആണ് പെർ ആനം. ദ ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് വാസ് ₹42,000. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മൊത്തം ആ വർഷത്തെ 42,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. The company earned a uniform gross profit. The sales up to 30th September 2017 were ₹98,000. അപ്പോൾ സെയിൽസ് 30th September 2017 വരെ 98,000 ആണ് ഉണ്ടായിരിക്കുന്നത്. The monthly average of sales for the first 4 months of the year was 1/2 of the remaining period. അതായത് ആദ്യത്തെ 4 മാസത്തെ മന്ത്ലി ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഹാഫ് ആണ്. അതായത് എത്രയാണോ ബാക്കിയുള്ള മാസങ്ങളിൽ ഈ ആദ്യത്തെ 4 മാസം ഹാഫ് ആണ് ആവറേജ് മന്ത് സെയിൽസ് എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളത്. ഇനി കമ്പ്യൂട്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. നമുക്കിനി പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഈ 2 കാലയളവിൽ നമുക്കിനി ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വർക്കിംഗ് നോട്ട് ടൈം റേഷ്യോ നമുക്കറിയാം 4:5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി സെയിൽസ് റേഷ്യോ കൊണ്ട് നമ്മളോട് പറയുന്നുണ്ട് ലെറ്റ് എക്സ് ബി ദ ആവറേജ് മന്ത്ലി സെയിൽസ്. നമുക്ക് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം ആവറേജ് മന്ത്ലി സെയിൽസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആദ്യത്തെ 4 മാസം ആദ്യത്തെ ആവറേജ് സെയിൽസ് ഇൻ ഫസ്റ്റ് 4 months പറയുന്നുണ്ട് ഹാഫ് ആണ്. അപ്പം ഹാഫ് ഓഫ് എക്സ് കണ്ടോ. അപ്പോൾ ആദ്യത്തെ 4 മാസം കംപ്ലീറ്റ് ആയിട്ട് ഹാഫ് ആണ് ആവറേജ് മന്ത്ലി സെയിൽസ് പറയുന്നത്. അപ്പോൾ ഹാഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി ടോട്ടൽ സെയിൽസ് ഇൻ ഫസ്റ്റ് 4 months അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ 4 മാസം ഉണ്ടായ ടോട്ടൽ സെയിൽസ് എത്രയാണ് 4 into ഹാഫ് എക്സ്. അപ്പം 2x നമുക്ക് കിട്ടുന്നു. ഇനി ടോട്ടൽ സെയിൽസ് ഇൻ നെക്സ്റ്റ് 5 months അടുത്ത 5 മാസത്തേക്ക് ഉണ്ടാകുന്ന സെയിൽസ് അപ്പം 5 into ആവറേജ് മന്ത്ലി സെയിൽസ് ഇൻറ്റു എക്സ്. അപ്പോൾ 5x വരുന്നു. ഇനി സെയിൽസ് റേഷ്യോ എന്ന് പറയുമ്പോൾ 2x/5x 2:5 എന്നാണ് സെയിൽസ് റേഷ്യോ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി റെന്റ് പെർ മന്ത് അപ് ടു 30th June 2017 6,000 രൂപയാണ് ഓരോ വർഷം. അപ്പോൾ 6,000 / 12 ₹500 ആണ് പെർ മന്ത്. ജൂലൈ 1 തൊട്ട് പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് 40% വർധനവും ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ റെന്റ് പെർ മന്ത് ആഫ്റ്റർ 30th June 2017 500 പ്ലസ് 40%. 40% ഇപ്പോൾ 500-ന് 40%. അപ്പോൾ അത് 200 രൂപ വരും. അപ്പോൾ 500 പ്ലസ് 200 700 റുപ്പീസ് ആണ് ഓരോ മാസം ഇനി തൊട്ട് വാടക. പ്രീ ഇൻകോർപ്പറേഷൻ റെന്റ് 500 ഇൻറ്റു ആദ്യത്തെ 4 മാസം, 500 ഇൻറ്റു 4 റുപ്പീസ് 2000. അതുപോലെ തന്നെ പ്രീ ഇൻകോർപ്പറേഷൻ റെന്റ് ആദ്യത്തെ നമുക്ക് നോക്കാം. പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ ആദ്യത്തെ 2 മാസം എന്തായാലും നമുക്ക് പഴയ റേറ്റ് തന്നെയാണ്. അപ്പോൾ 500 ഇൻറ്റു 2, കാരണം ജൂലൈ 1 തൊട്ടാണ് പുതിയ റേറ്റ് നിലവിൽ വരുന്നത്. അപ്പം 700 ഇൻറ്റു 3, കാരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 മാസം. അപ്പോൾ 700 ഇൻറ്റു 3, അപ്പോൾ മൊത്തം നമുക്ക് വരുന്ന 3100 റുപ്പീസ് ആണ് നമുക്ക് ഒരു മന്ത് ഉണ്ടാകുന്ന റെന്റ്. ഇനി മാനേജേഴ്സ് സാലറി നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് വാർഷിക വരുമാനം ആ വ്യക്തിയുടെ 5100 ആണ് വാർഷിക വരുമാനം. അപ്പം കംപ്ലീറ്റ് 4 മാസം, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ ഉണ്ടാകുന്ന ആ 4 മാസത്തെ ശമ്പളം 5100 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 4 നമ്മൾ ആദ്യത്തെ 4 മാസത്തെ ചെയ്യുമ്പോൾ 1700 ആണ് ആദ്യം 4 മാസത്തെ മാനേജറുടെ സാലറി എന്ന് ഇവിടെ പറയുന്നത്. അടുത്തത് ഇനി സ്റ്റേറ്റ്മെന്റ് ഷോയിങ് പ്രോഫിറ്റ് ഫോർ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. അപ്പോൾ അതിനകത്ത് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് സെയിൽസിന്റെ റേഷ്യോ 42,000, നമ്മൾ സെയിൽസ് റെന്റ് റേഷ്യോ 12,000, 30,000. അടുത്ത എക്സ്പെൻസസ്, അതിനകത്ത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, മാനേജർ സാലറി, അതിനകത്ത് നമ്മൾ പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലോട്ട് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ടോട്ടൽ 1,700, അത് 1,700 പോസ്റ്റ് ചെയ്യുക. അതർ എക്സ്പെൻസ്, അതിനകത്ത് ജനറൽ എക്സ്പെൻസ്, അത് നമ്മൾ ടൈം റേഷ്യോയിൽ വേണം വീതിക്കാൻ. 7,200 ടോട്ടൽ വരുന്ന അതിനെ നമ്മൾ 3,200 4,000 ആയിട്ട് വീതിച്ചു കൊടുക്കുന്നു. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ആണ്. 12,000 ഡയറക്റ്റ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. പ്രിലിമിനറി എക്സ്പെൻസ്, അത് നമ്മൾ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. 2,000. റെന്റ് കംപ്ലീറ്റ് ചെയ്യും 5,100. റെന്റ് ഇവിടെ ആക്ച്വൽ ആണ്, അപ്പോൾ അത് 5,100 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 2,000 പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ്, പിന്നെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 3,100. ടോട്ടൽ എക്സ്പെൻസ് 28,000. നമുക്ക് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 6,900, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് 21,100. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക, അപ്പോൾ 14,000. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് 5,100, അത് ക്യാപിറ്റൽ റിസർവിലോട്ടാണ് ആ പ്രോഫിറ്റ് നമ്മൾ മാറ്റുന്നത്. അതേപോലെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് നമുക്ക് 8,900, അത് റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുകയും കൂടി വേണം. അപ്പം ഈ 3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.